നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കെ ബാബുവിന് താൻ മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പറയാതെ പറയുകയാണ് ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. ബാബുച്ചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയും എന്നിരിക്കെ താൻ ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ജനം പലകുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബുച്ചേട്ടൻ മാതൃകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അത് ചിലർക്ക് നേരെയുള്ള ഒളിയമ്പാണ്. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തോടെയാണ്. അതായത് മറ്റൊരു വ്യക്തിയെ കൂടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി ഇത് കണ്ടു പഠിക്കണം എന്നൊരർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നത്. ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ആളുകൾ വരട്ടെ, അത് നല്ല ഒരു ചിന്തയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് അത് മത്സരിച്ചവർ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ പ്രായമായവർ തന്നെ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടിരിക്കാതെ ചെറുപ്പക്കാർ അവിടേക്ക് വരട്ടെ, മധ്യവയസ്കർ അവിടേക്ക് വരട്ടെ, മാത്രമല്ല ജനകീയരായ ആളുകൾ അങ്ങോട്ടേക്ക് വരട്ടെ, അങ്ങനെ ഒരു ചിന്ത വയ്ക്കുന്നത് കെ ബാബു മുന്നോട്ട് വെച്ച ചിന്ത ഏറ്റവും നല്ലതാണ്, മാതൃകാപരമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വശത്ത് അഭിനന്ദിക്കുമ്പോൾ മറുവശത്ത് ഇത് മറ്റുള്ളവർ മാതൃകയാക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് കണ്ടു പഠിക്കട്ടെ എന്നൊരു വ്യാഖ്യാനവും കൂടി ആ ഒരു വാക്കുകൾക്കുണ്ട്. ഏറ്റവും അനിവാര്യരായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുച്ചേട്ടൻ്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഏറ്റവും അനിവാര്യരെന്നും പാർട്ടി ഫേസ് ആണെന്നും ചില പ്രധാന നേതാക്കളെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അത് സ്വന്തം പാർട്ടിക്ക് തന്നെ, അതായത് കോൺഗ്രസ് പാർട്ടിക്കിട്ട് കുത്തിയതാണോ അതോ ഓപ്പോസിറ്റ് പാർട്ടിക്കിട്ട് കുത്തിയതാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഏത് പാർട്ടിക്കാർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന ഉപദേശമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഏറ്റവും അനിവാര്യരായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ മത്സരിക്കാം, അവർ മത്സര രംഗത്ത് തന്നെ വേണം, പക്ഷേ അവരൊഴികെ പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുച്ചേട്ടൻ്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ചിലരൊക്കെ മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കണം. അത് സ്വന്തം പാർട്ടിയിലാണോ ഓപ്പോസിറ്റ് പാർട്ടിയിലാണോ എന്ന് അറിയില്ല, എങ്കിൽ പോലും ഏത് പാർട്ടിക്കാർക്കും എടുക്കാവുന്ന ഒരു ഉപദേശമായി രാഹുലിൻ്റെ വാക്കുകൾ മാറുകയാണ്. ചിലരൊക്കെ മാറി നിന്ന് മറ്റു ചിലർക്ക് അവസരം ഒരുക്കട്ടെ, മറ്റു ചിലർക്കത് വഴി തുറക്കപ്പെടട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം കെ ബാബു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇനി മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തറയിൽ ബാബുച്ചേട്ടൻ്റെ വിജയമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാനത്ത് ആകെ LDF ജയിച്ച തിരഞ്ഞെടുപ്പായിരുന്നു അത്. CPM ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതിയിരുന്ന സിറ്റിംഗ് MLA കൂടിയായ M സ്വരാജിനെ ബാബുച്ചേട്ടൻ തോൽപ്പിച്ചു. അത് വലിയ നല്ല കാര്യമാണ്, പക്ഷെ അതായിരുന്നില്ല തൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. 2016 പരാജയപ്പെട്ട ദിവസം മുതൽ 2021 വരെയുള്ള ആ മനുഷ്യൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി തനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം MLA അല്ലാത്തതിൻ്റെ അധികാര നഷ്ടബോധമില്ല ആ മനുഷ്യന്, മറിച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മറ്റു ചില അർത്ഥതലങ്ങളിലേക്ക് എത്താവുന്നതാണ്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്ന് വരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ 2021 ബാബുച്ചേട്ടൻ വീണ്ടും മത്സരത്തിനിറങ്ങി. അപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ ഒരു ഇടതു തരംഗത്തിൽ അവരന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ച് ബാബുച്ചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളോട് താറടിച്ച് നടന്ന CPM അതിനുശേഷം 10 വർഷം അധികാരത്തിലിരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി ജയിക്കൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വരികൾക്കും ഓരോ അർത്ഥതലങ്ങളുണ്ട് എന്ന ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം
തൃപ്പൂണിത്തുറയിൽ മണ്ഡലം നിലനിർത്താൻ മുൻ മന്ത്രി കെ ബാബുവിന്റെ മനസ്സിലെ മികച്ച UDF സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ഇതിനോടകം ശക്തമാവുകയാണ്. മുന്നണികളിൽ സീറ്റിനായി നേതാക്കൾ നീക്കം നടത്തുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം പിന്മാറിയിരിക്കുന്നത്. കൊച്ചി DCC ഓഫീസിൽ വാർത്താ സമ്മേളനത്തിലാണ് കെ ബാബു ഈ വിവരം അറിയിച്ചത്. താൻ മത്സരിക്കുന്നില്ല, തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ല. 7 തവണ മത്സരിച്ചതിൽ 6 തവണയും താൻ വിജയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് താൻ പിന്മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല തനിക്കൊരു പകരക്കാരനെയും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല. ബാബു പിന്മാറുമെന്ന് സൂചനയുണ്ടായതിനാൽ KPCC വൈസ് പ്രസിഡന്റ് M. ലിജു, ചലച്ചിത്ര താരം രമേശ് പിഷാരടി എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയുടെ പേര് തൃപ്പൂണിത്തുറയിലും ആലോചനയിലുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും താല്പര്യമുണ്ട്. പക്ഷേ കെ ബാബുവിന് താല്പര്യം M. ലിജുവിനോടാണ് എന്ന ഒരു കാര്യവും കൂടി ഇവിടെ വ്യക്തമാണ്. ലിജു വന്നാൽ മണ്ഡലം നിലനിർത്താമെന്ന കണക്കുകൂട്ടൽ എന്ന നിഗമനം കെ ബാബുവിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1991 മുതൽ 2011 വരെ കെ ബാബു തുടർച്ചയായി വിജയിച്ച മണ്ഡലം അതാണ് തൃപ്പൂണിത്തുറ. 2016 പക്ഷേ സ്വരാജിലൂടെ CPM ആ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കുകയുണ്ടായി. 4467 ആയിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. 2021 കെ ബാബു സ്വരാജിനെ 992 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിച്ചു. CPM ആരെ പരിഗണിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയം. CPM പരിഗണിക്കുന്നതിൽ പ്രമുഖൻ മുൻ മേയർ M. അനിൽകുമാറാണ്. അനിൽകുമാർ പക്ഷേ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP വലിയ രീതിയിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അവിടെ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം പിടിച്ചതും അവരിൽ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയിലും ഒരു സാധ്യത BJPക്കുമുണ്ട്. പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ കേരള സന്ദർശനത്തിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ചർച്ചയിൽ ഇടം പിടിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തൃപ്പൂണിത്തുറ. കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവ് തുടരുമെന്ന് ഉറപ്പാക്കുമ്പോൾ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനോടുള്ള സ്നേഹം വോട്ടാകുമെന്ന് മകൻ അബ്ദുൽ ഗഫൂറും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മുന്നണികളുടെ ശ്രദ്ധ 3 മണ്ഡലങ്ങളാണ്: കളമശ്ശേരി, തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ. നിലവിൽ 14ൽ 9 മണ്ഡലങ്ങളാണ് UDFനൊപ്പമുള്ളത്. LDFന് 5 ആണ്. 2021 പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും UDF വിജയിച്ചപ്പോൾ കളമശ്ശേരി ഇടതിനൊപ്പം നിന്നു. 2020യുടെ വരവോടെ കുന്നത്തുനാടും പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും NDAയ്ക്കും പ്രതീക്ഷ ഉയരുകയാണ്. അതേസമയം കളമശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവ് തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന് ആണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മുസ്ലിം ലീഗ് തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് UDFൽ നിലവിലെ ചർച്ച. കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് ലീഗിന് പഴയ മട്ടാഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കൊച്ചി കൊടുക്കുന്ന വിധത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. പക്ഷേ ലീഗിന് അതിനോട് താല്പര്യമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മട്ടാഞ്ചേരി മണ്ഡലത്തിലെ MLA ആയിരുന്ന അന്തരിച്ച VK ഇബ്രാഹിം കുഞ്ഞ് മണ്ഡല പുനർനിർണയത്തോടെയാണ് കളമശ്ശേരിയിലേക്ക് മാറിയത്. ഇവിടുത്തെ ആദ്യ 2 തിരഞ്ഞെടുപ്പുകളും അദ്ദേഹം വിജയിച്ചു. എന്നാൽ 2021 പാലാരിവട്ടം പാലം അഴിമതി പ്രശ്നം ഉയർന്നു. ഇതോടെ മകൻ V. അബ്ദുൽ ഗഫൂർ ആണ് ലീഗിനായി മത്സരിച്ചത്. രാജീവ് 15,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടെന്നാണ് ലീഗ് പ്രവർത്തകർ അവകാശപ്പെടുന്നത്. കുറെ കാലമായി മണ്ഡലം കേന്ദ്രീകരിച്ച് അബ്ദുൽ ഗഫൂർ പ്രവർത്തിക്കുന്നതും ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടിനുള്ള സഹതാപ തരംഗവും വോട്ടായി മാറുമെന്നാണ് പ്രവർത്തകരുടെ നിഗമനം. പെരുമ്പാവൂരിലേക്ക് പോകാം. സിറ്റിംഗ് MLAമാർക്ക് സീറ്റെന്നാണ് കോൺഗ്രസിൽ ധാരണ. എൽദോസ് കുന്നപ്പള്ളി മണ്ഡലത്തിൽ സജീവമാണ്. ഇടയ്ക്ക് ജെയ്സൺ ജോസഫ്, മനോജ് മുത്തേടൻ തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ ഉയരുന്നുണ്ട്. നിലവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചന. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെ തുടർന്ന് സാജു പോളിന് അടിതെറ്റിയിട്ടുണ്ട്. അപ്പോൾ എൽദോസ് വിജയിച്ചു. 2021 മണ്ഡലം നിലനിർത്തുകയും ചെയ്തു. എന്തായാലും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. എവിടെയൊക്കെ ആരൊക്കെ നിൽക്കും, ആരൊക്കെ ജയിക്കും എന്നതും ഏറ്റവും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.